SSMB29 അതെ SS രാജമൗലിയുടെ കീഴിൽ അടുത്തതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് മൂവിനെ ആയിരിക്കും SSMB29. ഇതിന് ഒഫീഷ്യലായിട്ട് സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്രയ്ക്ക് ഈ സിനിമയിൽ വലിയൊരു ഭാഗമായിട്ട് തന്നെ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 1000 കോടി രൂപയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് വരുന്നത് ഒഡീഷയാണ്. രണ്ടാമതായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണ് രാമായണ. രൺബീർ കപൂർ നായകനായിട്ട് വരുന്ന സിനിമയാണ് രാമായണ. ഇതിൽ റാമായിട്ട് അഭിനയിക്കുന്നത് രൺബീർ കപൂറും അതേപോലെ സീതയായിട്ട് അഭിനയിക്കുന്ന സായി പല്ലവിയാണ്. ബഡ്ജറ്റ് ഏകദേശം 900 കോടി രൂപയാണ്. പ്രൊഡ്യൂസറായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം യശാണ്. അതേപോലെ മുംബൈയാണ് പ്രധാനമായിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഓക്കെ, അടുത്തതായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് KGF 3. അതെ, KGF 2 നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു ഓളം, അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം 1200 കോടിയായിരുന്നു KGF 2ൻ്റെ കളക്ഷൻ, ടോട്ടൽ കളക്ഷൻ. അപ്പോൾ KGF 3യും അതിനേക്കാൾ കളക്ഷൻ നേടട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഏകദേശം ബഡ്ജറ്റായി വരുന്നത് 350 കോടി രൂപയാണ്. പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, ബ്രഹ്മാസ്ത്ര 2 അടുത്തതായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. 2 പാർട്ടിനും പാടെ ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റാണ് ഏകദേശം ഇതുവരെ ആയിട്ടുള്ളത്. ഇതിൽ ബ്രഹ്മാസ്ത്ര 1ന് ഏകദേശം 431 കോടി രൂപയാണ് വേൾഡ് വൈഡായിട്ട് കളക്ഷനായിട്ട് നേടിയത്. അപ്പോൾ ബ്രഹ്മാസ്ത്ര 2 എന്തായാലും 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ള സിനിമയാണ്. അടുത്തതായിട്ട് അല്ലു അർജുൻ നായകനായി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ്. 800 കോടി രൂപയാണ് ഈ വരാൻ പോകുന്ന ഈ സിനിമയ്ക്ക് ഏകദേശം ചിലവ്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. പുഷ്പയ്ക്ക് ശേഷം ഇതൊരു വലിയൊരു വിജയമായി മാറട്ടെ ഈ സിനിമ നമുക്ക് ആഗ്രഹിക്കാം.